വെൽക്കം. റഹ്മാനാണ്. ഡ്രഗ്സ് ഫോർ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ലാക്സേറ്റീവ്സ് വീഡിയോ സീരീസിൽ ഈ വീഡിയോ സ്റ്റിമുലന്റ് ലാക്സേറ്റീവ്സിനെ കുറിച്ചാണ്. സ്റ്റിമുലന്റ് അല്ലെങ്കിൽ ഇറിറ്റന്റ് ലാക്സേറ്റീവ്സ്, ഇതിനെ പറ്റിയാണ് നമ്മൾ പറയാം. അപ്പോൾ നമുക്ക് പറയേണ്ട മരുന്നുകൾ, ഒന്ന് ഡൈഫിനൈൽ മീഥെയിൻസ് എന്ന് പറയുന്ന ഡൈഫിനൈൽ മീഥെയിൻ ഗ്രൂപ്പിൽ വരുന്ന ഏറ്റവും ഫേമസ് മരുന്ന് ബിസാക്കോഡിൽ അല്ലെങ്കിൽ അതിനെ ഫേമസ് ഡൾകോലാക്സ് എന്ന് പറഞ്ഞാലാണ് ആൾക്കാർ അറിയുള്ളൂ. പിന്നെയുള്ളത് സോഡിയം പിക്കോസൾഫേറ്റ് എന്ന് പറയുന്ന മരുന്നുണ്ട്. പിന്നെ ഒരെണ്ണം ഫിനോഫ്താലിനാണ്. ഫിനോഫ്താലിൻ ലാബിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ സംഭവം കാർസിനോജനിക് ആണ്, കോളൻ ക്യാൻസർ ഒക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് ഇപ്പോൾ ഈ മരുന്ന് ഉപയോഗിക്കുന്നില്ല. സോ ഇതാണ് ഒരു ഗ്രൂപ്പ്, ഡൈഫിനൈൽ മീഥെയിൻസിലെ ബിസാക്കോഡിൽ. രണ്ടാമത്തെ ഗ്രൂപ്പ് ആന്ത്രാക്കിനോൺസ് ആണ്. ആന്ത്രാക്കിനോൺ ഗ്ലൈക്കോസൈഡ്സ് എന്നൊക്കെ നമുക്ക് പറയാം. ആന്ത്രാക്കിനോൺസ് ഓർ ഇമോഡിൻസ് എന്ന് നമ്മൾ ഇതിനെ വിളിക്കും. ഇമോഡിൻ എന്നൊക്കെ പറയുന്ന പോലെ ഇമോഡിൻ ചെടികളിൽ നിന്ന് ലഭിക്കുന്ന സെന്നയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന്. സെന്നോസൈഡ്സ് എന്നും നമുക്ക് പറയാം. വൈഡ്ലി യൂസ്ഡ് ആണ്. പിന്നെ ഒരെണ്ണം കസ്കരയുണ്ട്. കസ്കര സാഗ്രയുടെ ഒക്കെ ഉപയോഗം കുറവാണ്. ഇമോഡിനും ഉപയോഗം കുറവാണ്. ആൻഡ് മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ് അത് 5HT4 അഗോണിസ്റ്റ് വിഭാഗം മരുന്നുകൾ കൂടിയുണ്ട്. ഇതാണ് മൂന്നാമത്തെ ഗ്രൂപ്പ്. ഇതിന്റെ പേര് പ്രൂകാലോപ്രൈഡ് എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. പിന്നെ ഓയിൽസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ കാസ്റ്റർ ഓയിൽ. സോ ഇതെല്ലാം ഇറിറ്റന്റ് ഓർ സ്റ്റിമുലന്റ് ആണ്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും അടുത്ത വീഡിയോയിലാണ് പറയാം. നമ്മളപ്പോൾ പറയുന്നത് ബിസാക്കോഡിലിനെ കുറിച്ചിട്ടും സെന്നയെ കുറിച്ചിട്ടും സോഡിയം പിക്കോസൾഫേറ്റിനെ കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാം. ഈ മരുന്നുകൾ സ്റ്റിമുലന്റ് ഓർ ഇറിറ്റന്റ് ലാക്സേറ്റീവ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ബൾക്ക് ലാക്സേറ്റീവ്സ് എന്താ ചെയ്യുക? ബൾക്ക് ലാക്സേറ്റീവ് ഇവൻ കൂടൽ നേരത്തെ വരച്ച് വെച്ചാണ്. ഇവിടെയുള്ള ബൾക്ക് അങ്ങോട്ട് ഉയർത്തുകയാണ്. ഒരുപാട് ഫുഡ് ഇങ്ങനെ അങ്ങ് നിറയുന്നു. ബൾക്ക് ഒരുപാട് ഉയർത്തുമ്പോൾ ഇത് സ്ട്രെച്ച് ഇൻറ്റെസ്റ്റൈനൽ വാളിനെ സ്ട്രെച്ച് ചെയ്യുന്നു. സ്ട്രെച്ച് ചെയ്യുമ്പോൾ നാച്ചുറൽ ഓർ സ്പോണ്ടേനിയസ് ഓർ പാസീവ് ആയിട്ടാണ് സ്റ്റൂൾ ഉണ്ടാവുക. നിറയുന്നു അല്ലെ, സ്ട്രെച്ച് ഉണ്ടാക്കുന്നു. അപ്പോൾ കൺട്രാക്ഷൻസ് ഉണ്ടാക്കുക. സ്പോണ്ടേനിയസ് കൺട്രാക്ഷൻസ് ആയിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ ഉണ്ടാകുന്നത് ഫോംഡ് സ്റ്റൂൾസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതാണ് പുറത്തു വരും. പക്ഷെ ഈ മരുന്നുകൾ അങ്ങനെയല്ല. ഈ മരുന്നുകൾ ദീസ് ആർ മോർ പവർഫുൾ ആണ്. ദീസ് ആർ പവർഫുൾ ലാക്സേറ്റീവ്സ് ആണ്. ആൻഡ് ദീസ് ക്യാൻ ബി, നമ്മൾ പവർഫുൾ ലാക്സേറ്റീവ്സ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് പറയാവുന്ന വാക്ക് പർഗേറ്റീവ്സ് ഓർ കഥാർട്ടിക്സ് എന്നൊക്കെയാണ് നമ്മൾ പറയാം. സോ പർഗേറ്റീവ്സ് ആണ് ഇത് രണ്ടും. ആൻഡ് രണ്ട് മരുന്നും ഏകദേശം ഇപ്പോൾ വായിലൂടെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 6 to 8 hours എങ്കിലും കഴിയും, അല്ലെങ്കിൽ 8 to 14 hours ഒക്കെ പിടിക്കും. ആൻഡ് ഇഫ് യു ആർ അപ്ലൈങ് ത്രൂ റെക്ടൽ, മലദ്വാരത്തിലൂടെയാണ് കൊടുക്കുന്നതെങ്കിൽ, റെക്ടൽ സപ്പോസിറ്ററി ആണെങ്കിൽ ഒരു 5 to 5 മിനിറ്റിനും 1 മണിക്കൂറിനൊക്കെ ഇടയിൽ കിട്ടാം. എനീമിയ ആണെങ്കിൽ 5 to 15 മിനിറ്റിനകമൊക്കെ ഫലം. സോ സാധാരണ ഇത് രാത്രി കിടക്കാൻ നേരത്ത് കഴിക്കുന്നു ആൻഡ് രാവിലെ ആകുമ്പോഴത്തേക്കും വയറ്റിന്ന് പോകുന്നു. ഇതാണ് സാധാരണ രീതി. സോ ഇത് സ്റ്റിമുലൻസ് ആണ്, ഇറിറ്റൻസ് ആണ്. അപ്പൊ നമുക്ക് വളരെ ലോ ഡോസിൽ കൊടുത്താൽ മതി. ധാരാളം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഫലമുണ്ട്. ആൻഡ് ഇവ രണ്ടിന്റെയും അടിസ്ഥാന പ്രവർത്തനം രണ്ടല്ല. ഇനി സോഡിയം പിക്കോസൾഫേറ്റ് കൂടി ചേർത്താൽ 3 ആയാലും അടിസ്ഥാന പ്രവർത്തന രീതി ഒരുപോലെയാണ്. ഇത് വൻകുടലാണെങ്കിൽ ആൻഡ് ഇവിടെ എപ്പിത്തീലിയൽ സെൽ, വൻകുടലിലെ ഒരു സെല്ല് ഞാൻ വരയ്ക്കുകയാണെങ്കിൽ എപ്പിത്തീലിയൽ സെൽസ് ഇങ്ങനെയാണ് വരയ്ക്കുക. സോ ഈ എപ്പിത്തീലിയൽ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്യും. ആൻഡ് എപ്പിത്തീലിയൽ സെൽസിന്റെ താഴെ ഇവിടെ മസ്കുലാരിസ് ലെയർ ഉണ്ട്, മസിൽ ലെയർ ഉണ്ട്. സോ ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യും നേരിട്ട്. സോ ഇവയ്ക്ക് 2 തരം എഫക്റ്റ് ഉണ്ട്. ഒന്ന് ദീസ് ആർ ഡയറക്റ്റ് സ്റ്റിമുലൻസ് ആണ്. ഡയറക്റ്റ് സ്റ്റിമുലൻസ് എന്ന് പറയുമ്പോൾ ആരെയാണ് സ്റ്റിമുലേറ്റ് ഇവിടെ ഇവയ്ക്ക് വരുന്ന സെൻസറി നെർവ് എൻഡിങ്സ്, അതിനെ നേരിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. ആ വരുന്ന സംഭവത്തിനെ നമ്മൾ മയൻട്രിക് പ്ലക്സസ് എന്നാണ് വിളിക്കുക. മയൻട്രിക് പ്ലക്സസിനെ അപ്പോൾ നേരിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. മയൻട്രിക് പ്ലക്സസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ റിലീസ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഈസ് അസറ്റൈൽ കൊളീൻ ആണ്. അസറ്റൈൽ കൊളീൻ കോളനിൽ കൺട്രാക്ഷൻ ഉണ്ടാക്കും നമുക്കറിയാം. സോ കൺട്രാക്ഷൻ ഉണ്ടാക്കി സ്പീഡിൽ സംഭവങ്ങൾ പുറത്തേക്ക് പോകും. സോ കൊളോണിക് കൺട്രാക്ഷൻസ് ഉണ്ടാകും. ഇനി രണ്ടാമത്തെ ആക്ഷൻ നേരിട്ട് ഈ എൻഡ്രോസൈറ്റ്സിൽ നേരിട്ട് പ്രവർത്തിക്കുകയാണ്. ഞാനൊന്നും കൂടി എൻഡ്രോസൈറ്റ്സ് വലുതായിട്ട് വരച്ചു കഴിഞ്ഞാൽ, ഇത് എൻഡ്രോസൈറ്റ്സ് ആണെങ്കിൽ ഇതിൽ നേരിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സെല്ലിനകത്തെ ഇൻക്രീസ്ഡ് അഡിനൈലൈറ്റ് സൈക്ലേസ് വർദ്ധിക്കും. ഇൻക്രീസ്ഡ് അഡിനൈലൈറ്റ് സൈക്ലേസ് എന്ന് പറയുമ്പോൾ ഇൻക്രീസ് സൈക്ലിക് AMP അകത്തു കൂടി സെല്ലിനകത്താണ്. സോ അപ്പോൾ ഈ സെല്ലിനകത്ത് ഒരുപാട് ഫംഗ്ഷൻസ് ഒക്കെ ചെയ്യാം. ഈ സെൽ ക്യാൻ ഇൻക്രീസ് റിലീസ് ഓഫ് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ഓർ അതേപോലെ സംഭവങ്ങളൊക്കെ കൂടുതലായിട്ട് വിടാം. അല്ലെങ്കിൽ ഈ സെല്ലിനകത്തുള്ള ഇവിടെ ക്ലോറിൻ ആൻഡ് ഓൾസോ ബൈകാർബണേറ്റ്, ക്ലോറിനും ബൈകാർബണേറ്റും ഇത് സെക്രറ്റ് ചെയ്യും. സോ ഇതിപ്പോൾ അകത്തേക്ക് ക്ലോറിനും ബൈകാർബണേറ്റും കൂടുതലായിട്ട് സെക്രറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സോ ഇതിനൊപ്പം അപ്പോൾ പൊട്ടാസ്യം സെക്രറ്റ് ചെയ്യും. പൊട്ടാസ്യം, സോഡിയം ആൻഡ് ഓൾസോ സോഡിയം എന്ന വാട്ടർ അല്ല, ഇതിന്റെ കൂടെ വെള്ളവും വരും പുറത്തേക്ക്. സോ സോഡിയം, വാട്ടർ ആൻഡ് പൊട്ടാസ്യം ദീസ് വിൽ ബി പാസീവ്ലി സെക്രേറ്റഡ് ആണ്. ആൻഡ് നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ ആക്റ്റീവ്ലി സെക്രേറ്റഡ് ആണ്. ബൈകാർബണേറ്റും ക്ലോറൈഡും ആക്റ്റീവ്ലി സെക്രേറ്റ് ചെയ്യുമ്പോൾ സോഡിയം, വാട്ടർ ഒക്കെ അതിന്റെ കൂടെ പുറത്തേക്ക്. സോ അപ്പൊ എന്താ സംഭവിക്കും? ഇവിടെ വെള്ളം നിറയും എന്നുള്ളതാണ് അല്ലെ. കോളനകത്ത് വെള്ളം നിറയും. ഇൻക്രീസ്ഡ് വാട്ടർ കണ്ടന്റ് ഇൻ ദ സ്റ്റൂൾ. സോ സ്റ്റൂൾ മലദ്വാരത്തിലൂടെ വേഗത്തിൽ ഇങ്ങോട്ടേക്ക് പുറത്തേക്ക്. സോ 2 കാര്യങ്ങൾ. ഒന്ന് അസിറ്റൈൽ കൊളീൻ വഴി കൺട്രാക്ഷൻ ഉണ്ടാക്കുകയും ഇതിനകത്ത് വെള്ളം നിറയുകയും ചെയ്യുമ്പോഴത്തേക്കും രണ്ടും മൂലം മലശോധന കാര്യമായിട്ട് നടക്കും. സോ കോളനിൽ ഉള്ള മലം മുഴുവനായിട്ട് പുറത്തേക്ക് പോകും എന്നുള്ളതാണ്. സോ ഒരു സെമി ഫ്ലൂയിഡ് ഓർ വാട്ടറി ആണ്.
സെമി ഫ്ലൂയിഡ് ഓർ വാട്ടറി. മറ്റേ ആദ്യത്തേതിനകത്ത് നമ്മൾ പറഞ്ഞത് അതിനകത്ത് ഫോംഡ് സ്റ്റൂൾസ് എന്നാണോ, കൃത്യമായിട്ട് ഫോംഡ് സ്റ്റൂൾ. ഇത് അങ്ങനെയൊന്നുമല്ല, വെള്ളം പോലെയാണ് പോവുക പുറത്തേക്ക്. സോ ഫെസിലിറ്റേറ്റ് ഇവാക്വേഷൻ, നമ്മുടെ മൊത്തം കോളൻ മൊത്തം അത് കാലിയാകും എന്നുള്ളതാണ്. സോ ഫെസിലിറ്റേറ്റ് ഇവാക്വേഷൻ ഓഫ് ബവലിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുക. സോ റിലീഫ് ഓഫ് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുകയും ചെയ്യും. സോ ഇതാണ് ബിസാക്കുഡൈൽ, സെന്ന പോലുള്ള സോഡിയം പിക്കോസൾഫേറ്റ് പോലുള്ളവയുടെ മെക്കാനിസം ഓഫ് ആക്ഷൻ. പിന്നെ ഓരോ മരുന്നിനെയും കൃത്യമായിട്ട് പറഞ്ഞാൽ ബിസാക്കുഡൈൽ എന്ന് പറയുന്ന മരുന്ന് ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ട് ഇൻഡസ്റ്റൈനൽ ഡീഅസറ്റിലേഷൻ നടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ബൈ ഇൻഡസ്റ്റൈനൽ എൻസൈംസ് ആണ്, ബാക്ടീരിയൽ എൻസൈംസ് വഴിയാണ് നടക്കുക. ആൻഡ് അങ്ങനെ ഒരു ആക്റ്റീവ് മെറ്റബോളൈറ്റ് ഫോം ചെയ്തിട്ടാണ് അതാണ് ഈ പറഞ്ഞ ആക്ഷൻസ് ഒക്കെ ഉണ്ടാകുക. അപ്പൊ സെന്ന എന്ന് പറയുന്നത് ഇറ്റ്സ് എ കെമിക്കലി ആന്ത്രാക്വിനോൺ ആണ് നമ്മൾ പറഞ്ഞു. ആന്ത്രാക്വിനോൺ ഓർ ഇമോഡിൻ എന്നും പറയുന്നു എന്ന് പറഞ്ഞു. ആൻഡ് ഇതൊരു ചെടിയിൽ നിന്ന് കിട്ടുന്നതാണ്. ചെടിയുടെ പേര് കാസിയ അംഗുസ്റ്റിഫോളിയ എന്നാണ് അതിന്റെ പേര്. അംഗുസ്റ്റിഫോളിയെ നമ്മൾ വിളിക്കുക ഇന്ത്യൻ സെന്ന അല്ലെങ്കിൽ തിന്നവേലി സെന്ന, അതാണ് അതിന്റെ പേര്. മധുരൈ സെന്ന എന്ന് നമുക്ക് വിളിക്കാം, ചെന്നാമുഖി എന്നൊക്കെയാണ് അതിന്. ആൻഡ് വേറൊരെണ്ണമുണ്ട്, അത് കാസിയ തന്നെയാണ്, കാസിയ അക്യൂട്ടിഫോളിയ. ഇതാണ് രണ്ടും ഒഫീഷ്യൽ സെന്ന എന്ന് പറയുന്ന സാധനങ്ങൾ. ഇതാണ് ഇതിനെ നമ്മൾ അലക്സാൻഡ്രിയൻ സെന്ന എന്നാണ് വിളിക്കുക, അലക്സാൻഡ്രിയൻ സെന്ന. സോ രണ്ടും ഇലയാണ്. ചെടിയുടെ ലീഫ്ലെറ്റുകൾ, ഇല മാത്രമല്ല ലീഫ്ലെറ്റ് ആൻഡ് പോഡ്സ്, ഇതിൽ നിന്ന് കിട്ടുന്ന സംഭവങ്ങളാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന നാച്ചുറലായിട്ട് കിട്ടുന്ന ലെഗുമിനേസി ഫാമിലി വരുന്ന ചെടിയാണ്, ചെന്നാമുഖിയാണ്. ആൻഡ് ദിസ് ക്യാൻ പ്രൊഡ്യൂസ് ഇൻഡസ്റ്റൈനൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുക. അപ്പോൾ കൂടുതലായിട്ട് മറ്റേതിനേക്കാൾ കൂടുതലായിട്ട് കുറച്ചും കൂടി പ്രോസ്റ്റാഗ്ലാൻഡിൻ സെക്രീഷനൊക്കെ ഇത് കൂടുതലായിട്ട് റിലീസ് ചെയ്യും. ആൻഡ് ഇതിനകത്തുള്ള കമ്പോണന്റ് ഞാൻ പറഞ്ഞില്ല, കമ്പോണന്റ് ഈ സെന്നോസൈഡ്സ് ആണ്. വേറെയും ഒരുപാട് ധാരാളം ഉണ്ട്. നമുക്ക് ആവശ്യം ഇതാണ്, സെന്നോസൈഡ്സ്. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി. ഇതിൽ എ ആൻഡ് ബി ആണ് പ്രധാനപ്പെട്ടത്. സോ ഇതാണ് ദിസ് വിൽ കൺവേർട്ടഡ് ടു ആക്റ്റീവ് ആയിട്ടുള്ള ആന്ത്രോൾ ആയിട്ട് ഫോം. ദിസ് ആക്റ്റീവ് ആന്ത്രോൾ ഇൻഡസ്റ്റൈനിൽ വെച്ച് ഫോം ചെയ്യുന്ന ആക്റ്റീവ് ആന്ത്രോൾ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇറിറ്റന്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് വയറിളക്കം അല്ലെങ്കിൽ ദിസ് ലാക്സേറ്റീവ് ആയിട്ട് പറഞ്ഞ ആക്ഷൻസ് എല്ലാം ഉണ്ടാകും. സോ എന്തായാലും ഈ മരുന്നുകൾ കൊളോണിക് ഇറിറ്റൻസ് ഓർ സ്റ്റിമുലൻസ് ആണ്. അതുകൊണ്ട് തന്നെ തുടർച്ചയായിട്ട് ദീർഘനാൾ എപ്പോഴും വയറിളക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നല്ല എന്നുള്ളതാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ദോഷഫലങ്ങളുണ്ട്. അപ്പോൾ ഈ മരുന്നുകൾ എവിടെ ആണ് ഉപയോഗിക്കാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോണിക് കോൺസ്റ്റിപ്പേഷനിൽ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ക്രോണിക് ആയിട്ടുള്ള ഒരാൾ കോൺസ്റ്റിപ്പേറ്റഡ് ആണെങ്കിൽ ഒന്ന് വയറിളക്കാൻ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ അവിടെ നമുക്ക് സെക്കൻഡ് ലൈൻ ആണ്, സ്ഥിരമായിട്ട് ഉപയോഗിക്കാനുള്ള മരുന്നല്ല. അപ്പോൾ ശരിയായ ഉപയോഗം ഈ മരുന്ന് നമുക്ക് കോളോണിൽ എപ്പോഴെങ്കിലും ഫുള്ളായിട്ട് എംപ്റ്റി ആയിട്ട് കിട്ടേണ്ട സമയത്താണ്. ടു ഫെസിലിറ്റേറ്റ് ബവൽ പ്രിപ്പറേഷൻ. ബവൽ നമുക്ക് എപ്പോഴെങ്കിലും പല കാര്യങ്ങൾക്ക് വേണ്ടി, എപ്പോഴാണ് ഇൻവെസ്റ്റിഗേഷൻസിന് വേണ്ടി, ഉദാഹരണം കോളോണോസ്കോപ്പി അങ്ങനെ നടത്തണം, സിഗ്മോഡോസ്കോപ്പി, അബ്ഡോമിനൽ എക്സ്റേ എടുക്കണം, CT എടുക്കണം, അൾട്രാസൗണ്ട് ചെയ്യണം. ഇനി സർജിക്കൽ പ്രൊസീജിയേഴ്സിന് മുൻപ് വയറ് കാലിയാക്കണം. വയറ്റിനകത്തൊന്നും പാടില്ല എങ്കിൽ ആ സമയത്ത് കാലിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മരുന്നുകൾ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുക. സോ ഇതാണ് ഈ മരുന്നുകളുടെ ഉപയോഗം എന്ന് പറയുന്നത്. സ്ഥിരമായിട്ട് മലബന്ധമുണ്ടെങ്കിൽ വയറിളക്കാൻ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു മരുന്നല്ല. ഏതോർത്ത് വെക്കുക. ആൻഡ് ഇത് ന്യൂറോപ്പതി ഉള്ള ആൾക്കാരിൽ, ന്യൂറോപ്പതി പേഷ്യൻസിലും ഇത് എഫക്റ്റീവ് ആണ്. അതാണ് അതിന്റെ ഒരു ഗുണം. നമുക്ക് ബിസാക്കുഡിലിന്റെ ഏറ്റവും ഫേമസ് ബ്രാൻഡ് നെയിം ഇസ് ഡൽകോലാക്. വേറെയും ലാക്സ് ഒക്കെ ഉണ്ടായേക്കാം. സോ സാധാരണ 5 മില്ലിഗ്രാമിന്റെ ഗുളികയാണ് നമുക്ക് കിട്ടുക. ആൻഡ് മുതിർന്നവർക്ക് വേണ്ടത് 10 മില്ലിഗ്രാം ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 2 ഗുളിക കഴിക്കും. ചില ആൾക്കാർക്ക് 2 ഗുളിക കഴിക്കുമ്പോൾ 2 എണ്ണം ഞാൻ കഴിക്കണം എന്നൊക്കെ തോന്നും, വേണം. മുതിർന്ന ആൾക്കാരാണെങ്കിൽ 2 ഗുളികൾ ഒരേ സമയം കഴിക്കുക. രാത്രി കിടക്കുന്നതിന് മുമ്പായിരിക്കണം കഴിക്കേണ്ടത്. ആഹാരത്തിന് മുൻപോ 1 മണിക്കൂർ ശേഷമോ ഒക്കെ നമുക്ക് കഴിക്കാം. എങ്കിലും രാത്രി കിടക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് കഴിച്ചേക്കുക. ആൻഡ് ഇത് സപ്പോസിറ്ററീസ് കിട്ടും. സപ്പോസിറ്ററീസ് 10 മില്ലിഗ്രാമിന്റെ ആണ്. അപ്പോൾ ഒരെണ്ണം വെച്ചാൽ മതിയാകും. മലദ്വാരത്തിൽ വെക്കുന്ന ലഭ്യമാണ്. സോ ഇത് വേഗത്തിൽ ഫലം ഉണ്ടാവും. ഇത് രാത്രി കഴിച്ചു കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേക്കും ഫലമെങ്കിൽ ഇത് രാത്രി വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എപ്പോൾ വെക്കുന്നു അതിന് 1 മണിക്കൂറിനൊക്കെ ഫലം കിട്ടും. സപ്പോസിറ്ററീസ് ആണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം എന്നുള്ള കാര്യം ഓർക്കുക. പുറത്തെടുക്കുന്ന ആ ഭയങ്കര തണുപ്പങ്ങട് മാറി മെൽറ്റ് ആവുന്നതിന് മുമ്പ് നമ്മൾ ഉപയോഗിക്കുക. അത് ഉപയോഗിക്കേണ്ട വിധം, ശരീരം നമ്മൾ ഇടതുവശം ചെരിഞ്ഞ് കിടന്നിട്ട് വലത് കാല് നെഞ്ച് ഭാഗത്തേക്ക് ഒന്ന് ഉയർത്തി പിടിച്ച് കഴിഞ്ഞാൽ ആ ഗുഹ ഭാഗത്തേക്ക് പതിയെ അങ്ങോട്ട് കയറ്റുക. ഞാൻ വെച്ചതിന് ശേഷം ഇത്തിരി നേരം റെസ്റ്റ് എടുക്കണം. ഒന്ന് അല്പനേരം അതേ പൊസിഷനിൽ കിടക്കുക. കാരണം ഗുളിക അവിടെ നിന്ന് ഇളകി പോരുത്, ഫലിക്കണം. അതിനുവേണ്ടി ഇനി എനീമിയം ഉണ്ട്. ഇതേപോലെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഈ എനീമയിൽ ഇപ്പോൾ പോളിയെത്തിലിൻ ഗ്ലൈക്കോൾ ചേർന്ന് ഉണ്ടാക്കാം. സോഡിയം പൊട്ടാസ്യം ഒക്കെ ഉള്ളതായിരിക്കാം എനീമ എന്ന് പറയുന്നത്. സെന്ന സാധാരണ 7.5 മില്ലിഗ്രാമിന്റെ ആണ് കിട്ടുക എന്ന് തോന്നുന്നു. 15 മില്ലിഗ്രാം ആണ് നമുക്ക് വേണ്ട ഡോസ്. സാധാരണ കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ 2 ഗുളിക കഴിക്കേണ്ടി വരും. സോ സാധാരണ 50 മില്ലിഗ്രാം ആണ്. ചിലപ്പോൾ പരമാവധി ഇപ്പോൾ 100 മില്ലിഗ്രാം വരെയൊക്കെ ഡെയിലി തവണയായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. എങ്കിലും സാധാരണ 4 ഗുളികയാണ് ഉപയോഗിക്കുക. 30 മില്ലിഗ്രാം വരെയൊക്കെ ആയിരിക്കും ഉപയോഗിക്കുക സാധാരണ ഡോസ്. ഇനി 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഒട്ടും ഉപയോഗിക്കാറില്ല. ആൻഡ് സാധാരണ നമ്മൾ 12 വയസ്സിൽ താഴെയുള്ള പിള്ളേരിലെ ഈ മരുന്നുകൾ സാധാരണ രീതിയിൽ അത്യാവശ്യം അല്ലെങ്കിൽ ഉപയോഗിക്കാറില്ല. ഈ ഗർഭിണികളിൽ 2 മരുന്നും കാറ്റഗറി C
സി ആണ്, കാറ്റഗറി സി ഓർ ബി വരെയൊക്കെയാണ്. പ്രശ്നങ്ങളൊന്നും ഇല്ല, പക്ഷേ വൈകല്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല. പക്ഷേ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ദിസ് ബിസാക്കോഡൈൽ ക്യാൻ കോസ്, അല്ലെങ്കിൽ സെന്നെ ആയാലും യൂട്ടറൈൻ കൺട്രാക്ഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. യൂട്ടറൈൻ കൺട്രാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അബോർഷൻ ഉള്ള ചാൻസ് കൂടുതൽ. സോ അബോർഷൻ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഗർഭിണികളിലും നമ്മളിത് ഉപയോഗിക്കാറില്ല, എമർജൻസി അല്ലാതെ. എന്തെങ്കിലും പ്രൊസീജിയേഴ്സിന് വേണ്ടി ഉപയോഗിക്കേണ്ടി വന്നാൽ ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക, അല്ലാതെ ഗർഭിണികളിൽ ഈ മരുന്നുകൾ ഉപയോഗിക്കുന്നില്ല. ആൻഡ് ഈ മരുന്നുകൾ ഇനി ഉപയോഗിക്കാൻ പറ്റില്ലാത്തത് മുലയൂട്ടുന്നവരിൽ നമ്മൾ ഒഴിവാക്കുക. കാരണം മുലപ്പാലിലൂടെ ചിലപ്പോൾ അകത്തേക്ക് കുട്ടിയിലേക്ക് പോയി അവർക്ക് വൈറൽ കോക്ക് ഉണ്ടാകും. ആൻഡ് ഈ മരുന്ന് ആക്റ്റീവ് ആയിട്ടുള്ള സ്മൂത്ത് മസിൽ കൺട്രാക്ഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്പാസം ഉണ്ടാകും, അല്ലെ, മസിൽസ് ഇങ്ങനെ നടന്ന് കൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്പാസം ഉണ്ടാകും. സ്പാസം ഉണ്ടാകുമ്പോൾ സ്പാസമുള്ള ഓർ സ്പാസ്റ്റിക് കോളോൺ ഇൻ IBS അങ്ങനെയുള്ള കണ്ടീഷൻ, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം അങ്ങനെയുള്ള പ്രശ്നം, സ്പാസ്റ്റിക് കോളോൺ ഉണ്ടെങ്കിൽ ഈ മരുന്നൊട്ടും കൊടുക്കാൻ പാടില്ല. ഇനി ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിലോ, ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷനോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ സ്ട്രക്ചേഴ്സ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിലും ഇറ്റ് ഷുഡ് നോട്ട് ബി ഗിവൺ, അത് കൊടുക്കാൻ പാടില്ല, കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. അപ്പൊ നമുക്ക് പാർശ്വദോഷ ഫലങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വയറിളക്കം മൂലം ധാരാളം ശരീര ജലം നഷ്ടപ്പെടും. അപ്പോൾ അതിൻ്റെ ഒപ്പം സോഡിയം, പൊട്ടാസ്യം, ക്ലോറൈഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ്സ് എല്ലാം നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. സോ ഫസ്റ്റ് പ്രോബ്ലം ഈസ് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസസ് ഉണ്ടാകും. ധാരാളം വെള്ളമാണ് ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുക. സോ നിർജ്ജലീകരണം ഉണ്ടാകാം, പൊട്ടാസ്യം ലോസ് ഉണ്ടാകാം. പൊട്ടാസ്യം ലോസ് വരുമ്പോൾ മസിൽ വീക്ക്നെസ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. സോ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് ആണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. രണ്ട്, വയറ്റിൽ ആക്റ്റീവ് ആയിട്ടുള്ള മസിൽ കൺട്രാക്ഷൻ ഉണ്ടാക്കുക. സോ ആ സമയത്ത് നമുക്ക് അബ്ഡോമിനൽ പെയിൻ അല്ലെങ്കിൽ ക്രാമ്പിംഗ് ഉണ്ടാക്കാം. അബ്ഡോമിനൽ ക്രാംസ് കൂടുതലായിട്ട് ഉണ്ടാകാം, പിന്നീടും ആ സമയം കഴിഞ്ഞിട്ടുണ്ടാകാം. പിന്നെ ഉള്ളത് ഹെഡ് ഏക്ക് ആണ്, തലവേദന ചിലപ്പോൾ ഉണ്ടാക്കാം, നൗസിയ, വോമിറ്റിംഗ് ഉണ്ടാക്കാം. അതാണ് സാധാരണ രീതിയിലുള്ള പ്രശ്നം. അപ്പോൾ നമ്മൾ മരുന്നുകൾ തുടർച്ചയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കോളനിലുള്ള ന്യൂറോണൽ ഡീജനറേഷൻ ഉണ്ടാക്കാം എന്നുള്ളത്. ആൻഡ് ന്യൂറോൺസ് നശിച്ചു പോകും. ആൻഡ് ഡയലേഷൻ ഓഫ് കോളോൺ ഉണ്ടാക്കാം. ആൻഡ് ബിസാക്കോഡിലാണെങ്കിൽ പ്രോക്ടൈറ്റിസ് ഉണ്ടാക്കാം. പ്രോക്ടൈറ്റിസ് എന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാം, റെക്ടൽ ഇറിറ്റേഷൻ ഉണ്ടാക്കാം, വേദന ഉണ്ടാക്കാം, പെർമനന്റ് കോളോണിക് ഡാമേജ്, അവിടെ ഉണ്ടാകുന്ന ഡാമേജ് പെർമനന്റ് ആണെന്നുള്ളത്. സോ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നമുള്ളതുകൊണ്ടാണ് സ്ഥിരമായിട്ട് കൊടുക്കരുത് എന്ന് നമ്മൾ പറയാം. ഇനി തുടർച്ചയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു പ്രശ്നം കൂടി ഉണ്ട്, അത് റീബൗണ്ട് കോൺസ്റ്റിപ്പേഷൻ ആണ്. റീബൗണ്ട് കോൺസ്റ്റിപ്പേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്ന് കൊടുത്താൽ മാത്രമേ പിന്നെ വയറ്റിൽ നിന്ന് പോകൂ എന്ന് പറയുന്ന കണ്ടീഷനാണ്, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ആണ്. അതാണ് ഒരു പ്രശ്നം. സ്മൂത്ത് മസിൽസ് വിൽ അഡാപ്റ്റ് ടു ദ ആ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള അസിറ്റൈൽ റിലീസുമായിട്ട് അഡാപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ നിർത്തി കഴിഞ്ഞാൽ പിന്നെ വർക്ക് ചെയ്യാത്തൊരവസ്ഥ. സോ അങ്ങനെയുള്ള പ്രശ്നം ഉണ്ട്. ഇനി സെന്നെ ആണെങ്കിൽ സെന്നെ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് മെലാനോസിസ് കോളൈ എന്നാണ് അതിനെ വിളിക്കുക. എന്ന് വെച്ചാൽ കോളൻ കറുത്ത നിറത്തിൽ വരുന്ന ഒരു പ്രശ്നമുണ്ട്. ബിസാക്കോഡിൽ അപൂർവമായിട്ട് ഹൈപ്പർ സെൻസിറ്റിവിറ്റി, സീരിയസ് ആയിട്ടുള്ള അലർജിക് റിയാക്ഷൻസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാകും. ഇതൊക്കെയാണ് ഈ മരുന്നുകളുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. അപ്പൊ നമുക്കിനി സോഡിയം പിക്കോസൾഫേറ്റിനെ കുറിച്ച് 2 വാക്ക് കൂടി പറഞ്ഞു നിർത്തിയേക്കാം. ഇത് ഓൺലി ഓറലാണ്, ഓറലായിട്ട് മാത്രം ഉപയോഗിക്കുന്ന മരുന്നാണ്. ഇത് നമ്മൾ പറഞ്ഞ് മറ്റ് പല രീതിയിലൊക്കെ കൊടുക്കാന്ന് പറഞ്ഞു. ഇതും വേണമെങ്കിൽ മറ്റു രീതിയിൽ കൊടുക്കാം, പക്ഷെ ഓൺലി ഓറൽ കൊടുക്കുന്ന മരുന്നാണ്. ഇത് മിക്കവാറും മിൽക്ക് ഓഫ് മഗ്നീഷ്യ, ദെൻ ലിക്വിഡ് പാരഫിൻ ഇങ്ങനെയൊക്കെയുള്ള ചേർത്തിട്ടായിരിക്കും നമ്മൾ കൊടുക്കും. ഓസ്മോട്ടിക് ലാക്സേറ്റീവ് ഒക്കെ ചേർത്തിട്ടാണ്. ആൻഡ് ഇത് ഇനാക്റ്റീവ് ആണ്. സാധാരണ കൊടുത്തു കഴിഞ്ഞാൽ അത് ബാക്ടീരിയൽ എൻസൈം വഴി അതിനെ കൺവേർട്ട് ചെയ്യുന്നു. സോ ഇറ്റ്സ് എ പ്രോ ഡ്രഗ് ആണ്. ആക്റ്റീവ് ഫോം ആക്കിയിട്ട് അതായിരിക്കും ഇത് ഓൺലി ഓറലാണ്. ഇതിപ്പോ ബിസാക്കോഡിലൊക്കെ നമ്മൾ ഈ സപ്പോസിറ്ററി ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഫലം കിട്ടും. സോ എനിമയൊക്കെ ആണെങ്കിൽ എനിമ പെട്ടെന്ന് ഫലം കിട്ടും. സപ്പോസിറ്ററി ആണെങ്കിൽ വിത്തിൻ 1 hour എന്തായാലും ഫലം കിട്ടും. അല്ലെങ്കിൽ ഇത് ഓറലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഇതായാലും ഓറൽ കൊടുത്തു കഴിഞ്ഞാൽ രാത്രി കൊടുക്കുന്നു, രാവിലെ ആയിരിക്കും അതിന്റെ ഫലം കിട്ടുക എന്നുകൂടി ഓർത്തു. ഇനി വേറെ മരുന്ന് ഞാൻ പറയാത്തത് കസ്കര സാഗ്രിഡ ആണ്. അത് കാരണം ഉപയോഗം കുറവാണ്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.